രാഹുൽ ഗാന്ധി പക്ഷേ വളരെ നേരത്തെ തന്നെ അത് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. കാരണം ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ തൻ്റെ ഇമേജ് ബിൽഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പണി അദ്ദേഹം നേരത്തെ തന്നെ എടുക്കുന്നുണ്ട്. കണ്ടിട്ടില്ലേ, അദ്ദേഹം ആളുകൾക്കിടയിൽ പോയിട്ട് പുഷപ്പ് ചെയ്യുന്ന കാണാം. അത് സാധാരണ നിലയ്ക്ക് കർഷക തൊഴിലാളികളുടെയോ അല്ലെങ്കിൽ വനിതകളുടെ ഇടയിൽ പോയി ചെയ്യേണ്ട ഒരു എക്സസൈസ് അല്ല. അദ്ദേഹം വിദ്യാർത്ഥികൾക്കിടയിൽ പോയിട്ട് അവരുടെ കൂടെ പുഷപ്പ് എടുത്തിട്ടുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നു, അവരുടെ കൂടെ നീന്താൻ ഇറങ്ങിത്തിരിക്കുന്നു, അവരുടെ കൂടെ ഓടുന്നു, അവരുടെ ട്രിക്കി ക്വസ്റ്റ്യൻസ് കേൾക്കുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം AICC ആസ്ഥാനത്ത് കുറേ ജെൻസി കുട്ടികളെ വിളിച്ചു വരുത്തി, എന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. എന്നിട്ട് അവർ ചില ജെൻസി ടേംസ് അദ്ദേഹത്തോട് പറയുന്നു. ചില അദ്ദേഹത്തിന് മനസ്സിലാവുന്നു, ചിലത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് റെസ്പോണ്ട് ചെയ്യുന്നു, എൻഗേജ് ചെയ്യുന്നു. അപ്പോൾ ഈ ജന്തർ മന്ദറിലെ ജെൻസി പ്രക്ഷോഭം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ ജെൻസി എന്ന് പറയുന്ന സെക്ട് എന്തുമാത്രം വലുതും പ്രധാനപ്പെട്ടതുമാണ് എന്ന് മനസ്സിലാക്കുകയും അതിനകത്ത് ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള മുന്നേ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയാത്ത ആളെന്ന് വിമർശിക്കുന്നുണ്ടല്ലോ. പക്ഷേ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പറയേണ്ടത് പുതിയ കാലത്ത് എന്ന് നേരത്തെ രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി അത് നേരത്തെ പറയുമ്പോൾ അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്, മെച്ചുവേർഡ് അല്ലാത്ത പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞ് പല ആൾക്കാരും ആക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മോഹൻ ഭാഗവത് മുതൽ നരേന്ദ്രമോദി വരെയുള്ള ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യാണ്, ജെൻസിയായിട്ട് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എല്ലാവരും ശ്രമിക്കുകയും രാഹുൽ ഗാന്ധി എല്ലാവരും ഇപ്പോൾ ചെയ്യുന്ന എക്സസൈസുകൾ എടുക്കാം. മോഹൻ ഭാഗവത് എന്ന് പറയുന്ന RSSന്റെ ചീഫ് അവരുമായിട്ട് നേരിട്ടൊരു സംഭാഷണം നടത്തുന്നു. മോദി ആവട്ടെ ജെൻസി ഏറ്റവും കൂടുതലുള്ളത് ഇൻസ്റ്റഗ്രാമിലാണെന്ന് വിചാരിച്ച് അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നു. രാഹുൽ ഗാന്ധി വന്നിട്ട് ആസ്ക് മീ എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ജെൻസിയോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് രാഹുൽ ഗാന്ധി പറയുന്നു, നിങ്ങൾക്ക് വല്ല ചോദ്യവും ഉണ്ടെങ്കിൽ ചോദിക്ക്, ഐ എം ഹിയർ എന്ന് പറയാണ്. അങ്ങനെ പറയാൻ ധൈര്യമുള്ള ഒറ്റ ഒരാൾ BJPയിലില്ല, RSSലും ഇല്ല. മോദി ഇറങ്ങി വന്നിരുന്ന് പറയുമോ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കൂ, ഞാൻ എല്ലാ ചോദ്യവും നീതിയുക്തമായിട്ട് പിക്ക് ചെയ്തിട്ട് മറുപടി പറയാം, ഞാൻ നേരിട്ട് മറുപടി പറയാമെന്ന് പറയാൻ മോദിക്ക് ധൈര്യമുണ്ടോ? മോദി ഖാദി വസ്ത്രങ്ങൾ നിരത്തി വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഡ്രസ്സപ്പ് ചെയ്യുന്ന സംഗതി ചെയ്യാം എന്ന് പറയാണ്. അല്ലെങ്കിൽ മോദി മൊബൈൽ ഫോൺ ഓണാക്കുന്നത് പോലെയുള്ള അംഗവിക്ഷേപങ്ങളോടുകൂടി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യവും പറഞ്ഞിട്ട് ക്യാമറ ഓഫ് ചെയ്ത് പോവുകയാണ്. അത് രാത്രി 12-12:15 സമയത്താണ് സാധാരണ വരിക. ഇപ്പം നേരത്തെയും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ ഇപ്പം എന്താണ് ബേസിക് പ്രശ്നം എന്താണ്? ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടാവണം. ഇപ്പം നമുക്ക് മോദിയോടാണെങ്കിൽ ചോദ്യമുണ്ട്, ആരാണ് ഞങ്ങൾക്ക് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചത് മോദി സാബ് എന്ന ചോദ്യം ചോദിക്കാൻ നമുക്ക് ഇൻസ്റ്റഗ്രാമിലെ ക്വസ്റ്റ്യനിലൂടെ കഴിയണം. പക്ഷെ മോദി ആ ക്വസ്റ്റ്യൻ സാധനം ഓണാക്കില്ല, രാഹുൽ ഗാന്ധി ഓണാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാന സംഗതി വെച്ചാൽ രാഷ്ട്രീയക്കാർ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നവരായിരിക്കണം എന്ന സംഗതി എടുക്കാൻ BJPക്ക് ശക്തിയില്ല, ധൈര്യമില്ല. നോക്കൂ, പാർലമെന്റിൽ വന്നിട്ട് അമിത്ഷായ്ക്ക് ചോദ്യം കേൾക്കാൻ പറ്റുന്നില്ല. മണിപ്പൂർ പ്രശ്നം ഉണ്ടായപ്പോൾ പാർലമെന്റിൽ വന്നിട്ട് മോദിക്ക് ചോദ്യം എടുക്കാൻ പറ്റുന്നില്ല. പാർലമെന്റിൽ ചോദ്യം എടുക്കാത്ത ആളുകൾ അവർ ഇൻസ്റ്റഗ്രാമിൽ ചോദ്യം എടുക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞ ജെൻസിയുമായിട്ട് എൻഗേജ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളെ വാല്യൂ ചെയ്യുന്ന അവർക്ക് തോന്നണം. ഞങ്ങളുടെ ചോദ്യങ്ങൾ കേൾക്കാൻ ഭരണകൂടം, നേതാക്കൾ, ലീഡേഴ്സ് തയ്യാറാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യണം. ആ ഫീൽ രാഹുൽ ഗാന്ധി കൊടുക്കുന്നുണ്ട്. ചോദിച്ചു, രാഹുലിനോട് വളരെ രസകരമായ ചോദ്യങ്ങൾ മുതൽ ആഴമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മറുപടി പറയുന്നുണ്ട്. ചില ട്രിക്കി ആൻസേഴ്സ് ഒക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇപ്പുറത്ത് നരേന്ദ്രമോദി ഏകപക്ഷീയമായി വീഡിയോകൾ ഉണ്ടാക്കി ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എൻഗേജ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ വാർത്താ സമ്മേളനങ്ങളുടെ ഏറ്റവും വലിയ ഗുണം എന്താണ്? ചോദ്യങ്ങൾ ചോദിക്കാനും മറുപടി പറയാനും വീണ്ടും ചോദിക്കാനും ക്ലാരിറ്റി വരുത്താനും കഴിയും. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അത് പ്രധാനമാണ്. അത് ലാക്ക് ചെയ്യുന്നുള്ളതാണ് ജെൻസിയുടെ പ്രശ്നം. ഇതൊരു ഓട്ടോക്രാറ്റിക് സ്റ്റേറ്റാക്കി മാറ്റാൻ പറ്റില്ല, ഇതൊരു ഏകാധിപത്യ സ്റ്റേറ്റാക്കി മാറ്റാൻ പറ്റില്ല എന്ന പ്ലക്കാർഡാണ് അവരവിടെ ഉയർത്തിപ്പിടിച്ചത്. അവർക്കങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? ഇവിടെ നമുക്ക് പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ തൊഴിൽ എവിടെയെന്ന് ചോദിക്കാൻ പറ്റുന്നില്ല. അങ്ങ് 2 കോടി തൊഴിലവസരങ്ങൾ വാഗ്ദത്തം ചെയ്ത ആളാണല്ലോ. ഇപ്പോൾ 1 കോടി തൊഴിലവസരം പോയിട്ട് 1 ലക്ഷം പോലും തൊഴിലവസരം ഉണ്ടാക്കുന്നില്ലല്ലോ. അതെന്താ കാര്യം എന്ന് ചോദിക്കാൻ പറ്റണ്ടേ? അല്ലെങ്കിൽ അങ്ങ് പെട്രോളിന് അന്യായമായ നികുതി കൂട്ടുന്നു എന്ന് കഴിഞ്ഞ തവണ പ്രസംഗിച്ച ആളാണല്ലോ, ഇപ്പോൾ വല്ലാതെ കൂട്ടിയിരിക്കുകയാണല്ലോ, എന്താ കാര്യം? എഥനോൾ ചോദിക്കാൻ പറ്റണ്ടേ? ഇത് ചോദിക്കാനുള്ള ഒരു വിൻഡോയും മോദി സാബ് ഓണാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, മനുഷ്യരിവിടെ എഥനോളിൽ കടന്ന് പ്രയാസപ്പെടുന്ന സമയത്ത്, പെട്രോൾ വിലയിൽ പ്രയാസപ്പെടുന്ന സമയത്ത്, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഖാദി വസ്ത്രങ്ങൾ കൊണ്ട് ഒരു ദിവസം ആഘോഷിക്കാം. അതുകൊണ്ട് വെച്ച് ഖാദി വസ്ത്രങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ് അദ്ദേഹം. ഈ ഡിഫറൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ജെൻസിയെ ഒരു അഡ്രസ്സ് ചെയ്യാൻ പോകുന്നു. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ജെൻസി പറയുന്നത് എന്താണെന്നും ജെൻസി ആഗ്രഹിക്കുന്നത് എന്താണെന്നും സെൻസ് ചെയ്യാനുള്ള ശേഷി സംഘ് പരിവാറിനുണ്ടാവില്ല. അടിസ്ഥാനപരമായി സംഘ് പരിവാറിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ജെൻസി മുന്നോട്ട് വെക്കുന്ന നാം എല്ലാവരും ഒന്നാണ്, നമുക്കെല്ലാവർക്കും ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്, നമ്മളെല്ലാവരും സുഹൃത്തുക്കളും സഹോദരങ്ങളുമാണ്, നാം കലർന്നു പോകേണ്ട ഒരു തലമുറയാണ് എന്ന ജെൻസി മുന്നോട്ട് വെക്കുന്ന പുരോഗമന രാഷ്ട്രീയ ഐഡിയോളജിയും ഭരണകൂടത്തിൻ്റെ ഐഡിയോളജിയും തമ്മിൽ ഒരിക്കലും മാച്ചാവത്തില്ല.
അങ്ങനെ മാച്ചാവാത്ത രണ്ട് ഐഡിയോളജികൾ തമ്മിൽ നമ്മൾ ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയാണ്. മോദിക്ക് പറ്റുമോ? ഞാൻ ചോദിക്കുന്നത്, മോദിക്ക് പറ്റുമോ ഇവർ പറയുന്ന ഏതെങ്കിലും ഒരു ഐഡിയ എടുക്കാൻ? ഡെമോക്രസി വേണം കേട്ടോ, സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് സംവിധാനം വേണം കേട്ടോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ സുതാര്യമായിരിക്കണം കേട്ടോ, നമ്മളെ ജാതിയും മതവും പറഞ്ഞ് തെറ്റിക്കരുത് കേട്ടോ, മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ ഇലക്ഷനിൽ ഡിസ്കസ് ചെയ്യണം കേട്ടോ. ഇതൊക്കെയാണ് ജൻസിയുടെ മുദ്രാവാക്യം, പ്ലക്കാർഡും. ശരി, നാളെ മുതൽ അങ്ങനെ ആവട്ടെ എന്ന് പറയാൻ മോദിക്ക് പറ്റുമോ? മോഹൻ ഭാഗവതിന് പറ്റുമോ? പറ്റുകയില്ല. അവരിതിനെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള പണിയെടുത്ത് 100 വർഷം പിന്നിട്ടിട്ട് അതിൻ്റെ അവസാനത്തെ മൊമെന്റിൽ നിൽക്കുന്ന സമയത്ത് ഈ കുറേ പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയാണ് മതനിരപേക്ഷത, ജനാധിപത്യം എന്ന സ്വതന്ത്ര ഇലക്ഷൻ എന്നൊക്കെ പറയാണ്. അതെവിടെ ശരിയാവാനാണ്? അപ്പോൾ ഇവർ ശ്രമിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പുറകെ കൂടെ അടിക്കാനുള്ള പരിപാടിയാണ്. ഇതേ മോഹൻ ഭാഗവത് ജൻസി പിള്ളേർ നല്ലവരാണ്, അവരെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാം എന്നൊക്കെ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇതേ മോഹൻ ഭാഗവതിൻ്റെ ആപ്പീസിൽ നിന്ന് പുറത്തിറങ്ങുന്ന മാഗസിനാണ് ഓർഗനൈസർ. അതിലെഴുതി വെച്ചിരിക്കുന്ന ഇവന്മാരും ആ ദേശദ്രോഹികളും വൃത്തികെട്ടവന്മാരും വിദേശ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്നവരുമാണെന്നാണ്. ആ ആപ്പീസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മോഹൻ ഭാഗവത് ജി പറയാണ്, കുട്ടികളെ നിങ്ങളത്ര നല്ലവർ. മോദിജി അങ്ങനെ തന്നെയാണ്. ഫ്രണ്ട്സ്, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ എന്ന് പറയാണ്. അത് എവിടുന്നാണ് വരുന്നത്? മുള്ളു വെച്ച് ലാത്തിക്ക് കീറിയേക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടാണ് വരുന്നത്. മനസ്സിലായോ? പെല്ലറ്റ് കണ്ണുണ്ട്, അതും പൊട്ടിച്ചു. AK-47 ബീഹാറിൽ പൊട്ടിച്ച് അതൊക്കെ എടുത്ത് പൊട്ടിക്കാനുള്ള പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്ന് നല്ല തേച്ച ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഫ്രണ്ട്സ്, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, നമ്മൾക്ക് തമ്മിൽ പ്രശ്നം വേണമെന്നുള്ളതാണ്. മറ്റേ ക്വസ്റ്റ്യൻ ഇപ്പോഴും ആൻസർ പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അടിസ്ഥാനപരമായി ഫാസിസ്റ്റ് കാഴ്ചപ്പാടുള്ളവർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സമഗ്രാധിപത്യ കാഴ്ചപ്പാടുള്ള ഭരണകൂടങ്ങൾക്ക് ഈ പിള്ളേർ പറയുന്ന ഒന്നും മനസ്സിലാവത്തില്ല, കേൾക്കാൻ പോലും പറ്റില്ലല്ലോ, പിടികിട്ടത്തില്ല എന്താ പറയുന്നത്. പിള്ളേർ പറയുന്നത് പുതിയ രാഷ്ട്രീയമാണ്, അങ്ങേയറ്റം പുതിയ രാഷ്ട്രീയമാണ്. അതിരുകളില്ലാത്ത തരത്തിൽ മനുഷ്യകുലം ഒന്നായി പോകണമെന്നൊക്കെ പറഞ്ഞ പുതിയ പൊളിറ്റിക്സ് ആണ്. അവിടെ ജാതിയും മതവും പാടില്ല, എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ വേണമെന്നുള്ള അതുമല്ലോ സംഘിന് മനസ്സിലാവും. സംഘിനെന്നല്ല, ഒരു മതരാഷ്ട്ര സിദ്ധാന്തക്കാർക്കും അത് മനസ്സിലാവത്തില്ല. സോ ആ വിടവ് അവിടെ കിടക്കും. അത് നിങ്ങൾ എത്ര സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി വെച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ അവർ പറയുന്നത് കേൾക്കാൻ, ചോദ്യങ്ങൾ എടുക്കാൻ, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. പിന്നെ നിങ്ങളിങ്ങനെ ഡെമോക്രസിയുടെ അടിസ്ഥാന പാഠം ചോദ്യം എടുക്കാൻ പറ്റുന്നതാണ് ഒരു ഭരണകൂടത്തിന്. ക്വസ്റ്റ്യൻ എടുക്കാൻ പറ്റുക. ക്വസ്റ്റ്യൻ എടുക്കാൻ ധൈര്യമില്ലാത്ത ഭരണകൂടം ഏത് ജനസിയോട് എൻഗേജ് ചെയ്യാനാണ്? സോ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം നമ്പറായിട്ട് അവിടെ കിടക്കും. പിള്ളേർക്കും മനസ്സിലാവും ഇത് എന്താണ്, പാവം പ്രയാസപ്പെടുകയാണ് എന്ന കാര്യം മനസ്സിലാവും. എനിക്കൊന്ന് കുറച്ചുകൂടി ആ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത് രാഹുൽ ഗാന്ധിക്കായിരിക്കും. കാരണം രാഹുൽ ഗാന്ധി അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവും എന്നുള്ളതാണ്. മറ്റേത് അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. ആ വ്യത്യാസം ഇതിൽ പ്രകടമാണെന്ന് എനിക്ക് തോന്നുന്നു.